കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 ലക്ഷത്തോളം വോട്ടിന്റെ ചോർച്ച. കെ മുരളീധരനെ ഇറക്കിയിട്ടും 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് തൃശൂർ DCC. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പാളിച്ചയുണ്ടായെന്ന് കെ മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞതിന് പിന്നാലെ ജില്ലയിലെ പാർട്ടിയിൽ കലഹം തുടങ്ങി. ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. TN പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും ഇതിലുണ്ട്. തുടർന്ന് ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ DCC അധ്യക്ഷനും മറ്റുമെതിരെ പ്രതിഷേധം. സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപനടങ്ങുന്ന നെക്സസിനാണ്. പോസ്റ്ററുകൾ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ നീക്കം ചെയ്തു. ഇതിനിടെ പ്രതികരണവുമായി DCC അധ്യക്ഷൻ വന്നു. പാർട്ടിക്കുണ്ടായ പാളിച്ചകൾ അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ വമ്പൻ തോൽവിക്ക് കാരണം CPM BJP ഡീലിന്റെ ഭാഗമാണെന്ന വാദവും ഉയർത്തി. കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി BJPയുടെ നേതൃത്വവും CPM നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഡീലുകളും അന്നേ പരസ്യമായതാണ്. യൂത്ത് കോൺഗ്രസ് നടപടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസും എത്തി. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയെന്ന് PC വിഷ്ണുനാഥ്. തൃശ്ശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും. തോൽവിയെ തുടർന്നുള്ള തമ്മിലടി വരും ദിവസങ്ങളിൽ കനക്കാനാണ് സാധ്യത. എന്നാൽ വിഷയത്തിൽ മുൻ MP TN പ്രതാപൻ പ്രതികരിച്ചിട്ടില്ല. ഒരു കാലത്ത് ഗ്രൂപ്പിസത്തിന്റെ ഈറ്റില്ലമെന്ന ദുഷ്പേര് കേട്ടിരുന്ന തൃശൂർ കോൺഗ്രസിൽ ലീഡറുടെ മകന്റെ തോൽവിയോടെ വീണ്ടും കലാപക്കൊടി ഉയരുകയാണ്. കെ മുരളീധരന്റെ തുടർനീക്കങ്ങളും വരും ദിവസങ്ങളിൽ നിർണായകമാകും. റിപ്പോർട്ടർ ശ്യാമപ്രസാദ് ഉത്തമനും ക്യാമറമാൻമാരായ ആന്റണി ഗ്രിഗറിക്കും വിജേഷ് പുതുവാശ്ശേരിക്കുമൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.